വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റേത് രംഗത്തായാലും നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ ചേകന്നൂർ മൗലവിയെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള മതപരമായ നവോത്ഥാന ചിന്തകളെക്കുറിച്ചൊക്കെ ജലീൽ സാഹിബ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഫോർവേഡ് ബ്ലോക്ക് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ചേകന്നൂർ മൗലവി കാണിച്ചു തന്ന പന്ഥാവിലൂടെ കുറെ കൂടി മുമ്പോട്ട് പോയതിൻ്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഇവിടെ നിരത്തിയത്. അത് പറയാനുണ്ടായൊരു കാരണം, ചേകന്നൂർ മൗലവി ഉയർത്തിയിട്ടുള്ള ആശയങ്ങൾ അസ്തമിക്കുകയല്ല ചെയ്തത്, ഊർജ്ജസ്വലമായി ഉജ്ജ്വലമായി നല്ല പ്രഭയോടുകൂടി ഈ ലോകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം പറയാനാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചത്. മുസ്തഫ മൗലവി പറഞ്ഞതുപോലെ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വധത്തെക്കുറിച്ച്, അതിൻ്റെ അനന്തര നടപടികൾ എടുക്കേണ്ട ബാധ്യത സംഘടനക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇനിയും ഏത് കാലവും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മതസംഘടനകൾ മുഴുവനും ഖുർആനെ ഏത് രീതിയിൽ വായിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. 1400 കൊല്ലമായി വായിച്ചു വരുന്നതിൽ നിന്നും മതസംഘടനകൾ ധാരാളം പൊട്ടിമുളച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് വായിച്ചത് തന്നെ ഭാഷയൊക്കെ ഒന്ന് നന്നാക്കി വായിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ഖുർആൻ എന്തുമാത്രം ബന്ധമുണ്ട് എന്ന ഒരു പരിശോധനയാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആചാരങ്ങൾ, കുറേ അനുഷ്ഠാനങ്ങൾ, അതുപോലെ ഹജ്ജ്, നോമ്പ്, അതുപോലെ തന്നെ നമസ്കാരം, ഇതുമാത്രമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം വളരുകയാണ്. ഇതിപ്പോൾ 31 വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ ലോകത്ത് 300 വർഷം കഴിഞ്ഞാലും ഇതിനേക്കാൾ സജീവമായി ചേകന്നൂർ മൗലവിയുടെ മരണം ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഉയർത്തിയത് എന്തൊക്കെയായിരുന്നു എന്നിവിടെ അറിയപ്പെടും. അദ്ദേഹത്തെ വകവരുത്തിയവരാരാണ് എന്ന് ചില ആത്മകഥകൾ തന്നെ ലോകത്തോട് തുറന്നു പറയും. അതിവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവനും അവസാനിച്ചാലും അതിവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കും ഇവിടുത്തെ ബഹുജന സംഘടനകൾക്കും ഏറ്റവും നല്ലത്, അവരുടെ ആരോഗ്യത്തിന്, അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും നല്ലത് ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു എന്ന് എത്രയും വേഗം ലോകത്തോട് പറയലാണ്. അതല്ലെങ്കിൽ ഈ ചർച്ച ഇങ്ങനെ പോകും. വള്ളി പുള്ളി ഇവിടെ ലോകം അത്ര പുരോഗമിച്ചല്ലോ. ചേകന്നൂർ മൗലവിക്ക് ആളുകൾ കുറവാണ്, ശരിയാണ്. അങ്കുലി പരിമിതരായ ആളുകളെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ളൂ എന്നതും ശരിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വസ്തുതകൾ ഇന്ന് സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്കിടയിൽ, സ്ത്രീകളടക്കം എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന് വിത്ത് പാകിയത് ചേകന്നൂർ മൗലവിയാണ്. അതവർ സമ്മതിക്കില്ലെങ്കിലും. ബഹുമാന്യനായ അധ്യക്ഷൻ, KSSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ജലീൽ പുറ്റക്കാട്, ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച CMA സലാം സാഹിബ്, പ്രൗഢമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ച പ്രിയങ്കരനായ AP അഹമ്മദ് സാഹിബ്, വളരെ പക്വമാർന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ട് സംസാരിച്ച പെരിങ്ങത്തൂരിലെ സുലൈമാൻ സാഹിബ്, സഹോദരി സഹോദരന്മാരെ, വളരെ കാര്യവത്തായ ഗഹനമായ കാലിക പ്രശ്നങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ട് മുസ്തഫ മൗലവി മുതൽ
ഡോക്ടർ ജലീൽ സാഹിബ് തൊട്ട് AP-യും അതുപോലെ സുലൈമാൻ സാഹിബും ഒക്കെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു. ചേകന്നൂർ മൗലവിയുടെ 31-ാം ചരമദിനം ധാരാളം സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട് എന്നവർ സമർത്ഥിക്കുകയുണ്ടായി. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ ബഹുജന സംഘടനകൾ, മതസംഘടനകൾ, പണ്ഡിതൻ സഭകൾ ഇവരൊന്നും തന്നെ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിൽ അല്ലെങ്കിൽ വധത്തിൽ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ദുഃഖം രേഖപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് എല്ലാവരും പറയുകയുണ്ടായി. ഇന്നും ആരും പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷെ എല്ലാവരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും മൗനം പാലിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ ഈ സംഭവം നടന്ന ആ കാലഘട്ടത്തിലെ നിയമസഭ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളെന്ന നിലക്ക് അന്ന് കേരള നിയമസഭയിലെ ഒരു സാമാജികനും ഈ വിഷയം ഉന്നയിച്ചിരുന്നില്ല. ഒരു സാമാജികനും, ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളയാൾ. മതപണ്ഡിതന്മാരെ കുറിച്ച് സുലൈമാൻ സാഹിബ് പറഞ്ഞു, എല്ലാവരും മൗനത്തിലായി. വലിയ വലിയ പണ്ഡിതന്മാരടക്കം സന്തോഷത്തിലുമായി. അവരൊക്കെ എന്തോ ഒരു മഹത്തായ കർമ്മം നിർവഹിക്കപ്പെട്ടതിൻ്റെ സായുജ്യം അനുഭവിക്കുകയായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും തുടക്കത്തിൽ അക്കാലത്ത് മതേതരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹവും നടപടി എടുത്തിരുന്നില്ല. അവസാനം 100 വയസ്സ് കഴിഞ്ഞ പിന്നിട്ട മൊയ്തു മൗലവി സത്യാഗ്രഹം നടത്തേണ്ടി വന്നു. അത് തന്നെ അദ്ദേഹം നടത്താനുണ്ടായ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് നമ്മുടെ മൗലവിയുടെ ഭാര്യ. അതുകൊണ്ടുകൂടിയാണ്. അപ്പോഴാണ് ഈ CBI അന്വേഷണം കാര്യങ്ങളും ഒക്കെ വന്നത് അതിന് ശേഷമാണ്. പക്ഷേ അതും അതിനെന്ത് സംഭവിച്ചു എന്നിവിടെ വിശദീകരിക്കപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം വളരുകയാണ്. ഇതിപ്പോൾ 31 വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ ലോകത്ത് 300 വർഷം കഴിഞ്ഞാലും ഇതിനേക്കാൾ സജീവമായി ചേകന്നൂർ മൗലവിയുടെ മരണം ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഉയർത്തിയത് എന്തൊക്കെയായിരുന്നു എന്നിവിടെ അറിയപ്പെടും. അദ്ദേഹത്തെ വകവരുത്തിയവരാരാണ് എന്ന് ചില ആത്മകഥകൾ തന്നെ ലോകത്തോട് തുറന്നു പറയും. അതിവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവനും അവസാനിച്ചാലും അതിവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കും ഇവിടുത്തെ ബഹുജന സംഘടനകൾക്കും ഏറ്റവും നല്ലത്, അവരുടെ ആരോഗ്യത്തിന് അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും നല്ലത് ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു എന്ന് എത്രയും വേഗം ലോകത്തോട് പറയലാണ്. അതല്ലെങ്കിൽ ഈ ചർച്ച എങ്ങനെ പോകും? വള്ളി പുള്ളി വിട. ലോകം അത്ര പുരോഗമിച്ചല്ലോ. ചേകന്നൂർ മൗലവിക്ക് ആളുകൾ കുറവാണ്, ശരിയാണ്. അങ്കുലി പരിമിതരായ ആളുകളെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ളൂ എന്നതും ശരിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വസ്തുതകൾ ഇന്ന് സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്കിടയിൽ സ്ത്രീകളടക്കം എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന് വിത്ത് പാകിയത് ചേകന്നൂർ മൗലവിയാണ്. അതവർ സമ്മതിക്കില്ലെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റേത് രംഗത്തായാലും നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ ചേകന്നൂർ മൗലവിയെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള മതപരമായ നവോത്ഥാന ചിന്തകളെക്കുറിച്ചൊക്കെ ജലീൽ സാഹിബ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഫോർവേഡ് ബ്ലോക്ക് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ചേകന്നൂർ മൗലവി
കാണിച്ചു തന്ന പന്ഥാവിലൂടെ കുറെ കൂടി മുമ്പോട്ട് പോയതിൻ്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഇവിടെ നിരത്തിയത്. അത് പറയാനുണ്ടായൊരു കാരണം, ചേകന്നൂർ മൗലവി ഉയർത്തിയിട്ടുള്ള ആശയങ്ങൾ അസ്തമിക്കുകയല്ല ചെയ്തത്, ഊർജ്ജസ്വലമായി ഉജ്ജ്വലമായി നല്ല പ്രഭയോടുകൂടി ഈ ലോകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം പറയാനാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചത്. മുസ്തഫ മൗലവി പറഞ്ഞതുപോലെ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വധത്തെക്കുറിച്ച് അതിൻ്റെ അനന്തര നടപടികൾ എടുക്കേണ്ട ബാധ്യത സംഘടനക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇനിയും ഏത് കാലവും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മതസംഘടനകൾ മുഴുവനും ഖുർആനെ ഏത് രീതിയിൽ വായിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. 1400 കൊല്ലമായി വായിച്ചു വരുന്നതിൽ നിന്നും മതസംഘടനകൾ ധാരാളം പൊട്ടിമുളച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് വായിച്ചത് തന്നെ ഭാഷയൊക്കെ ഒന്ന് നന്നാക്കി വായിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ഖുർആൻ എന്തുമാത്രം ബന്ധമുണ്ട് എന്ന ഒരു പരിശോധനയാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആചാരങ്ങൾ, കുറേ അനുഷ്ഠാനങ്ങൾ, അതുപോലെ ഹജ്ജ്, നോമ്പ്, അതുപോലെ തന്നെ നമസ്കാരം, ഇതുമാത്രമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ രംഗത്ത്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ചിന്താരംഗത്ത്, എല്ലാ രംഗത്തും മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. പക്ഷെ അവിടേക്ക് നമ്മൾ പോകുന്നതിന് പകരം കുറേ ആചാരങ്ങളും കുറേ അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് മതമെന്നും അവർക്ക് സ്വർഗം നേടാൻ അതുമാത്രം മതിയെന്നുമുള്ള ചിന്ത ഇന്നും ജനങ്ങളിൽ രൂഢമൂലമാണ്. അത് മാറ്റി എഴുതപ്പെടണമെങ്കിൽ ഖുർആൻ അക്ഷരങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ വിജ്ഞാനപ്രദമായി വായിക്കേണ്ടതുണ്ട്. അത് വായിക്കാനുള്ള തുടക്കമാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ആശയ വായനയിലേക്ക്, വൈജ്ഞാനിക വായനയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഇന്നുവരെ നമുക്ക് ലഭിക്കാത്ത ഒരുപാട് ആശയങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് മുളപൊട്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനതിനെപ്പറ്റി കൂടുതൽ വിശദമായി പറയുന്നില്ല, കാരണം നമ്മൾ ധാരാളം പ്രസംഗം കേട്ട് സമയം വൈകിയ ഒരു സന്ദർഭമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വിജ്ഞാനപ്രദമായ ധാരാളം കാര്യങ്ങൾ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കും. അതിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ ചേകന്നൂർ മൗലവിയുടെ ചിരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.